യുഎയിലെ ഗോൾഡ് എഫും ട്രാവലേഴ്സ് ട്രോളി ബാഗ്സും ചേർന്ന് ദുബായിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. ഗോൾഡ് എഫിന്റെ ഹോം ഫോർ ഈദ് വിജയികളെ പങ്കെടുപ്പിച്ചാണ് ഇഫ്താർ സംഗമം നടത്തിയത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഈദ് ആഘോഷങ്ങൾക്കായി നാട്ടിലേക്ക് പോകാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള 20 പേരെ തെരഞ്ഞെടുക്കുന്ന ക്യാമ്പയിനാണ് ഗോൾഡ് എഫിന്റെ ഹോം ഫോർ ഈദ് ക്യാമ്പയിൻ. യുഎയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് 20 പേരെ തെരഞ്ഞെടുത്തത്. ഞങ്ങൾക്ക് ഇത് ശരിക്കും ഒരു ക്യാമ്പയിൻ പോലെ ആയിട്ടല്ല നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ചാരിറ്റി പോലെയുള്ളൊരു ഈ റമദാൻ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുണ്യകർമ്മമായിട്ടാണ് നമ്മൾ കാണുന്നത്. പുണ്യ റമദാൻ മാസത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് ഒരു നല്ലൊരു സഹായം ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു സംതൃപ്തിയിലാണ് ഗോൾഡ് എഫിലെ എല്ലാ ആൾക്കാരും ഉള്ളത്. ഇത്തരത്തിലുള്ള ഒരു സംരംഭവുമായി സഹകരിക്കാൻ സാധിച്ചത് അഭിമാനമായി കാണുന്നുവെന്ന് ലൈഫ് ആൻഡ് റിച്ച് ജനറൽ മാനേജർ സുധീഷ് പറഞ്ഞു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് നാട്ടിൽ പോകാൻ പറ്റാതിരിക്കുന്ന ആളുകളിന് നാട്ടിലെത്തിക്കുക എന്നുള്ളൊരു വലിയൊരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കുന്നു. നാട്ടിൽ പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ടിക്കറ്റും മറ്റ് സൗകര്യങ്ങളുമാണ് ഗോൾഡ് എഫ് നൽകുന്നത്. മോളെ കല്യാണം കഴിഞ്ഞിട്ട് വന്നതാണ്. കൊച്ചു കട ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പോകാൻ പറ്റില്ല. ഇത് കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. ക്യാമ്പയിനിലെ വിജയികൾക്കായി ദുബായിൽ ഇഫ്താർ സംഘം സംഘടിപ്പിച്ചു. ഹോം ഫോർ ഈദ് ക്യാമ്പയിനിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ഗോൾഡ് എഫ് റേഡിയോ പ്രതിനിധികളും ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദുബായ്.